എന്തുപറ്റി? ഒരു പിണക്കമുള്ളതുപോലെ. ഗോപാൽജി ഇങ്ങോട്ട് വന്നിരുന്നോ? എന്തിനാ ഗിരിയേട്ട അയാളെ ഈ വീട്ടിലോട്ട് കേറ്റുന്നേ? അതിനെന്താ കുഴപ്പം? തെറ്റിയത് ശാലിനിയല്ലേ? അതിന് ഗോപാൽജിയെ വെറുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കുറ്റവാളിയുടെ കുടുംബത്തിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ലോകകപ്പിൽ കിടന്ന പേരിന് എന്നെ എന്റെ കുടുംബത്തെ ഈ നാട്ടുകാരകറ്റി നിർത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് താങ്ങായി വന്നത് ഗോപാൽജിയാ. അപ്പൊ അതുപോലൊരവസ്ഥ അദ്ദേഹത്തിന് വരുമ്പോ ഞാൻ കൂടെ നിൽക്കണ്ടേ? ഗിരിയേട്ട, ഞാൻ അയാളുടെ മകൾക്കെതിരെ അന്വേഷണം നടത്തുന്ന ഒരു പോലീസുകാരിയാ. പ്രതിയുടെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടില് കയറി ഇറങ്ങി നടക്കുന്നുണ്ടെന്നറിഞ്ഞ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് എന്നെ എങ്ങനെ വിശ്വസിക്കും? അതിന് ഗോപാൽജി വന്നത് എന്നെ കാണാനല്ലേ? എന്നെ കാണാൻ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. പക്ഷേ ഞാനും ഈ വീട്ടില് താമസിക്കുന്നില്ലേ? അപ്പൊ അത് എന്റെ ജോലിയെ ബാധിക്കില്ലേ? നിന്റെ ജോലിയെ ബാധിക്കുമെന്ന് കരുതി എനിക്ക് അദ്ദേഹത്തെ കൈവിടാൻ പറ്റുമോ? എന്താ 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 ഇവിടെ ഒരു ബഹളം? ഇവൾക്ക് ഈ അവസ്ഥയിൽ ടെൻഷൻ ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? അറിയാം. എന്നിട്ടാണോ നീ ഇവളുടെ അടുത്ത് ശബ്ദം ഉയർത്തുന്നത്? എന്തെങ്കിലും കാര്യമില്ലാത്ത ചേട്ടൻ ചൂടാവില്ല അമ്മേ. കാര്യം പറ ചേട്ടാ. അല്ല, ഞങ്ങള് മഹിമയുടെ നിശ്ചയം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ലേ മഞ്ജു? അതെ അതെ. അല്ല, വെറുതെ അത് വൈകിപ്പിക്കണമെന്ന എന്റെ അഭിപ്രായം. ഇത്ര ധൃതി കൂട്ടണോ? മഹിമ പഠിക്കുന്ന കുട്ടിയല്ലേ? എന്താ, കല്യാണം കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിലും ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ആരാ ചോദിച്ചത്? അമ്മ പറയൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ ചെയ്താൽ മതി. പിന്നെ ജോത്സരെ വിളിച്ച് രണ്ടുപേരുടെയും ജാതകം ഒന്ന് നോക്കിക്കണം. നിനക്കിതിലൊന്നും വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. ശരി, ഞാൻ അമ്മയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ജോത്സ്യരോട് വരാൻ പറയാം. അല്ല, നമുക്ക് നിശ്ചയം ഇവിടെ വെച്ച് തന്നെ നടത്താമല്ലോ അല്ലേ? അതിനെന്താ, മഹിമ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തോളാം. മോള് വെറുതെ ഈ സമയത്ത് ഒരു ടെൻഷനും എടുക്കാൻ നിൽക്കണ്ട. അല്ല, നമ്മൾ നിശ്ചയത്തെ പറ്റി ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോ പെണ്ണെവിടെയാ? അവള് മുറിയിലുണ്ടാവും, ഞാൻ വിളിക്കാം. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വച്ച് നീട്ടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വിളിക്കാനും അധികം ആളുകളൊന്നുമില്ലല്ലോ. ഒരു ചെറിയ ചടങ്ങ് പോലെ അങ്ങ് നടത്തിയാൽ മതി. കുറച്ചെങ്കിലും ഒരുക്കങ്ങളില്ലാതെ പറ്റൂ. നീ സഹായത്തിന് രണ്ടുപേരെ വിളിച്ചേക്ക്. ശരിയാണ്. ഈശ്വര, എന്റെ മഹിമയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണേ.